റേഡിയോ തിരിച്ചു നോക്കട്ടെ. ഈ റേഡിയോക്ക് ഒരു കുഴപ്പമുണ്ട്. തൃശ്ശൂർ തിരിച്ചുമ്പോ കോഴിക്കോട് കിട്ടും, കോഴിക്കോട് തിരിച്ചുമ്പോ തൃശ്ശൂർ കിട്ടും. അല്ല, ഈ തിരൂക്ക് കുറെ ആൾക്കാർ മണ്ടനാണ് ദേശണ്ട് പറഞ്ഞാല് ഇന്ന് വരെ നമ്മൾ റേഡിയോ ആ ദേശം കിട്ടിയിട്ടില്ല. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കുഞ്ഞോളെ കുഞ്ഞോളെ നിങ്ങൾ ഇവിടെ പോയി കിടക്ക. എന്നാ വാപ്പാക്ക് ഒരു ഗ്ലാസ് ചായ തരണമെന്ന് നീയത്തൊന്നും ഇല്ല. ഒരു ഗ്ലാസ് ചായ കണ്ടെടുത്തോ. അല്ല, ഇതിൽ മധുരം കൂടുതൽ ഇട്ടിട്ടില്ല. വാപ്പാക്കേ പുറമേളാണെന്ന് ഞാൻ എന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ആ അവിടെ ഔട്ട് പോയിക്കോ. കുഞ്ഞിക്കാലത്ത് മാറിക്കടാ, മാറി. പിന്നെ കുഞ്ഞോളെ അന്നെ കാണാൻ വേണ്ടി ഇന്ന് ചില കൂട്ടർ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഇള്ളിക്ക് നല്ല തുണി കുപ്പായി ഇതൊന്നും വേണ്ട. ഇതൊക്കെ ഇപ്പത്തെ വേസന, ഇതൊന്നും വേണ്ട. നല്ല തുണി കുപ്പായി മാറ്റിക്കാണ്ട് അവിടെ നിന്നോ. ചായയും കടിയൊക്കെ റെഡിയാക്കി നിന്നോട്ടാ. പോയിക്കോ. കുഞ്ഞിക്കാതറെ അന്നോടും ചിലതൊക്കെ പറയാണ്ട്. ഇവിടെ വന്നാ ഇവിടെ വാടാ. ഇന്നേ ഇവിടെ ചില കൂട്ടരൊക്കെ വരുന്നുണ്ട്. അന്റെ ഈ തോന്നിയാ മനസ്സിലായ മനസ്സിലായാന്ന് ഇല്ലാന്ന് പറയണം. അല്ലല്ലോ. പിന്നെ നമ്മളെ കുഞ്ഞോളെ കാണാൻ വേണ്ടി ചില കൂട്ടരോട് വരുന്നുണ്ട്. കാര്യപ്പെട്ട ആൾക്കാരേക്കാരും ഇവിടെ വന്നാണ് തോണിയാസനെ കളിച്ചിട്ട് നല്ല കിട്ടുകൊണ്ടിരുന്നത്. മനസ്സിലായ എനിക്ക് പോകണ്ട്. അല്ല, പോക്കറിങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടേ നേരെ കുറെ ഇപ്പത്തെ കാലത്ത് ആൾക്കാർ ഒരു വാക്ക് പറഞ്ഞാ പറ്റൂല. അല്ലാത്ത അന്റെ കെട്ടിന്റെ പോലീസ് ഒന്നും ഇങ്ങോട്ട് എടുക്കണ്ട. ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞു. ഓർമ്മ ഉണ്ട് എനിക്ക്? ഏത് അല്ല, നമ്മളിപ്പോ കെട്ടിയിട്ട് വന്നതാണ്. എന്നാ പറ. അപ്പോൾ ചെക്കന് നല്ല തറവാടുള്ള ചെക്കനാണ്. നല്ല ചെക്കനാണ്. ചെക്കന് ട്രാവൽസിലാണ്. ട്രാവൽസ് ഈ വിമാനത്തിനൊക്കെ ടിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞിക്കാതറോട് ഞാൻ പറഞ്ഞ മറന്നാ തൽക്കാലം ഒന്നിക്കടെ ചെറുപ്പുണ്ണിക്ക് തച്ചില്ല. വല്ല എരിവസം വെച്ച് കുടിക്കാം. എങ്ങനെയാ ഞാൻ അവനെ തച്ചല്ലോ. ഇന്റെ കുഞ്ഞിക്കാതർ ഒന്ന് മാറി നിൽക്കി. അപ്പൊ എന്താ പറഞ്ഞു വന്നത്? ഇത് ഇങ്ങനെ കൊടയിട്ട് വരും ചോദിച്ചു. ഒരു കാലം ഈ ചെക്കനോട് പറഞ്ഞ എടാ ഇതെന്നാലേ ഇതൊക്കെ നിർപ്പിച്ചുകൊണ്ടാണ് നടന്നത്. അപ്പൊ ഞമ്മളിപ്പോ ഇവിടെ പറഞ്ഞു ചെക്കനെ നല്ല പണിയാണ്. എന്താ നല്ല പണി പറഞ്ഞാൽ? നല്ല പണി ട്രാവൽസിന് പണി നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ വിമാനത്തിന് ടിക്കറ്റ് കൊടുക്കേണ്ട പണിയാണ്. ടിക്കറ്റ് കൊടുക്കുന്ന നല്ല കായ്. അത് ചെക്കൻ ചെറിയൊരു കേട്. ചെക്കനെ കാലിന് ചെറിയ അതുകൂടെ നടക്കൂല. കാലിനും പറ്റിന് 50 കൊണ്ടിരുന്ന് ഞാൻ എന്നോട് പറഞ്ഞില്ലേ. ചെത്തിനാ പെറ്റിങ്ങന്ന് ഒന്നുപോലെ. എന്താ ഞാൻ കാട്ടുക? അപ്പളേ നമ്മളീ പറഞ്ഞ ചെക്കനെ നമ്മളീ ചെക്കനെ ഇവിടെ ഭയങ്കര പെണ്ണ് ഇങ്ങോട്ട് പറഞ്ഞ മാർക്ക് കുഴപ്പമുള്ള കുട്ടിയൊന്നല്ല. കാലിന് അത് ഈ മോട്ടോർ സൈക്കിൾ മോട്ടോർ സൈക്കിൾ അങ്ങനത്തെ കുഴപ്പം ചെക്കൻ വന്ന് കണ്ടോട്ടിയെന്ന് അതിന് പതക്കാം. അങ്ങനത്തെ കുഴപ്പമില്ലാന്ന് നമുക്ക് വലിയൊരു മുടക്കില്ലാത്ത പരിപാടി പെണ്ണെന്ന് വന്ന് കണ്ടോ. അതിനിപ്പോ നമുക്ക് പ്രത്യേകിച്ച് ഇവിടെ നിൽക്ക്. നമ്മൾ ചോദിച്ചിട്ട് നമ്മളെ ഞാൻ ഓനൊന്ന് വിളിച്ച ഈ ചെക്കനെ ഇവിടെ നിന്ന് മാറ്റി സർക്കസ് വിട്ടാ ഇത് ഇങ്ങനത്തെ ഒരു കുഴപ്പം നിർത്താൻ നിങ്ങൾ
ബുദ്ധിയില്ലാത്ത ഓനക്ക് വരെ അറിയാം. ഇതൊന്നാണ് മാറിക്കേ. ഇവിടെ വാ. അനക്കം പിടിച്ചിട്ട് പെരിയിൽ നടന്നില്ല. ഈ നാട്ടിൽ വേറെ കെട്ടുണ്ടാവും ഞാൻ നോക്കട്ടെ. എന്താ പോക്കരുത് എന്നെ കൊണ്ടുകൊണ്ട് വസ്ത്രാക്കുക നിങ്ങൾ ഈ മനുഷ്യന്മാർ നമ്മൾ കൊണ്ടുമാര് പണി മുസീബത്തൊക്കെ പോയത് നന്നായി. അല്ല നിങ്ങൾ ഈ പറഞ്ഞു 30, 30, 30 കഥ എന്നാ പിന്നെ ഞാൻ എന്നോട് ആദ്യം പറഞ്ഞല്ലേ ഈ മനുഷ്യനെ വഷളാക്കുക. എന്നോട് പറയണം ഇതിപ്പോ ഞമ്മക്ക് ഇപ്പത്തെ കാലത്ത് കോട്ടേജ് പേരുണ്ടാവുക ഇരിക്കാൻ കൂടി ഉണ്ടാവുക ഒത്തുണ്ടാവില്ല. പക്ഷേങ്കിലേ ഞമ്മളെ അവസ്ഥ നോക്കിയിട്ടല്ലേ നമുക്ക് വാക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഹലോ ഹലോ റേഡിയോനൊന്നല്ല ഇതെവിടെ ആയിക്കോട്ടെ ഇഞ്ചിച്ചിൽ പണിച്ച് മാറിക്കേ പോന്നിട്ട് അതെ അവിടുന്ന് പോന്നിട്ട് ഓട്ടുമ്പോൾ നിന്നോ നമ്മളങ്ങോട്ട് എത്തിക്കോളാന്ന് നമ്മളങ്ങോട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ അങ്ങനെ ശരി അല്ല ഇതിപ്പോ എന്താ സാധനം? നമുക്കൊരു ബക്കറ്റ് വെച്ചപ്പോ കുറിയിട്ടില്ല. ബക്കറ്റ് മേടിച്ചപ്പോ കിട്ടും. ബക്കറ്റ് ഇപ്പൊ എല്ലാവരും ₹1 കിട്ടുന്നുണ്ട്. എല്ലാരും മനസ്സിലായ അതാ ഞാൻ ചോദിച്ചു. ഇതിക്ക് വിളിച്ചാലും പറ്റും. ഇത് വിളിച്ചു. ഇതിപ്പോ നമ്മളെ പുരാമ്പള കുട്ടി ഇങ്ങോട്ട് വിളിച്ചു. ഇതിക്ക് തന്നെ അപ്പളേ ഇങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെ കാതറി ഇവിടെ പണ്ട് കോട്ടയ്ക്ക് മീൻ കച്ചവടം ഇപ്പൊ ഫിഷ് മാർക്കറ്റിലെ പണിയാണ്. എന്ത് മാർക്കറ്റ്? എന്തോ ഒരു മാർക്കറ്റ് ആട്ടെ. നിങ്ങൾ ഓന്റെ മോണ്ട് ചെക്കന് നല്ലൊരു പണിയൊക്കെ ഉണ്ട്. ചെക്കന് കാര്യപ്പെട്ടൊരു പണിയൊക്കെ തന്നെ. പക്ഷേ ചെക്കനെ പതിക്ക് വിളിച്ചത് നമ്മളെ ടീമാണ്. നമ്മൾ പറഞ്ഞില്ല നിങ്ങൾക്ക് ആരും അങ്ങോട്ട് പിന്നാമ്പുറത്ത് കയറിക്കാൻ പോയിക്കോട്ടെ. എന്നെ ഇവിടെ കാണാൻ പറ്റില്ല. മോളോട് ചായ കടിക്കെടുത്തേക്കാൻ പറഞ്ഞു.